അയ്യോ എൻ്റെ അമ്മേ എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ തന്നെയുണ്ട്. ഹൈ ഓൾ, ഇറ്റ്സ് മീ കവ്യ. വെൽക്കം ടു മൈ. ഇത് ഞങ്ങളുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മാള എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ഇപ്പോൾ കവര് കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണ് ഇത്. കഴിഞ്ഞ തവണ ഞാൻ കവര് കാണാൻ വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല, ചമ്മിപ്ലിങ്ങിപ്പോയെന്ന് പറഞ്ഞില്ലേ, ചവറും കവറും മാത്രം കണ്ടുള്ളൂ, 3G ആയി പോകുന്ന സ്ഥലമില്ലേ, അതാണിത്. രാത്രിയിൽ ഈ സ്ഥലം എങ്ങനെ ഇരിക്കുന്നത്, ഇത് നമുക്ക് വീഡിയോ എടുത്താലൊന്നും വലിയ കാര്യമായിട്ട് കിട്ടില്ല. പിന്നെ രാത്രിയിലൂടെ വീഡിയോ എടുക്കാനുള്ള വലിയ സൗകര്യമൊന്നും ഇല്ല, വേറെ ഒന്നുമല്ല, ഒട്ടക്കത്തെ തിരക്കായിരിക്കും. ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയും. പിന്നെ അങ്ങോട്ട് കടന്ന് പോകണം എന്നുണ്ടെങ്കിലുള്ള കഷ്ടപ്പാട് നോക്കി, ഈ കോലുമ്മയും കമ്പുമ്മയൊക്കെ പിടിച്ച് തോടൊക്കെ ചാടി. രാത്രിയിൽ ഇവിടെ ഒരു വള്ളിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, പിടിച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോണ സമയത്ത് നമുക്കൊരു കാട്ടിൽ കൂടി പോണ പ്രതീതിയൊക്കെ തോന്നും. ചെറിയൊരു എന്താ പറയുക, ട്രക്കിങ്, എന്താ പറയുക, അഡ്വഞ്ചർ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പ്രത്യേകിച്ച് വലിയ അഡ്വഞ്ചറൊന്നുമല്ല, ഇങ്ങനെ ഒരു രസം. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ തോട്, കണ്ടം, പാടം എന്നൊക്കെ പറയും. ഈ വെള്ളത്തിലാണ് രാത്രിയിൽ ഈ കവര് കാണുന്നത്. അത്യാവശ്യം നല്ല ചെളി പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഇതിൽ നടന്നു പോകാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. രാത്രിയിൽ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ വന്നിരുന്നിട്ട് ഓരോ കൊമ്പും കോലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് എറിഞ്ഞുകൊണ്ടും ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇത് ശരിക്കും നമ്മൾ ഈ ഡോറാബുജിയിൽ പറയില്ലേ, കാട്, മരപ്പാലം, കോഴിക്കുഞ്ഞിൻ്റെ വീട് എന്നൊക്കെ പറയണ പോലെ തന്നെ ഇങ്ങോട്ട് പോകണം. ശരിക്കും ഈ സൈഡിലൊന്നും മര്യാദയ്ക്ക് കവര് കാണാൻ പറ്റില്ല, അങ്ങ് അറ്റത്ത് പോയാലേ കാണാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറയും. അങ്ങനെ പറഞ്ഞ് ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ ഭയങ്കര ഇങ്ങനെ ക്യൂ നിന്ന പോലെ ഉണ്ടാ ഞാൻ രാത്രി പോയത്. ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ സമയത്ത് ചെളിയും പിളിയൊക്കെ ഇരുന്ന്, പിന്നെ ഇപ്പോൾ വെയിലൊക്കെ ആയ കാരണം വലിയ ചെളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ് എനിക്കന്ന് കവര് കാണാൻ പറ്റാതായിപ്പോയത് 2 വേനൽ മഴ പെയ്തതുകൊണ്ടും അന്ന് നല്ല നിലാവുള്ള ദിവസമൊക്കെ ആയതുകൊണ്ടാണ്. ശരിക്കും കവര് കാണണം എന്നുണ്ടെങ്കിൽ ഈ നിലാവൊക്കെ കുറഞ്ഞ് അമാവാസിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയണത്. എന്തായാലും പകൽ വെളിച്ചത്തിൽ ഈ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ പോയത്. മാത്രമല്ല എനിക്കും പകൽ വെളിച്ചത്തിൽ ഈ സ്ഥലം ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ കുറേ നടന്നു പോയി കഴിയുമ്പം ഇത് ശരിക്കും കണ്ട ഒരു കുഞ്ഞിക്കാടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അക്വേഷ്യമരവും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി. ഈ സ്ഥലം ഇതാണ് പൊളി. അത് അന്ന് വന്നപ്പോഴേ ഇത് അടിപൊളി സ്ഥലമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഈ നടന്നു വരവെന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണമെന്ന് തോന്നും, പക്ഷേ വെള്ളമൊന്നും കുടിക്കാനുള്ള സെറ്റപ്പോ സൗകര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. എന്നിങ്ങനെ നടക്കുക തന്നെ, ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ ഈ വള്ളിയിലൊക്കെ പിടിച്ച് തൂങ്ങാനും അതിലും രസമാണ്. നമുക്ക് വലിയ കാട്ടിലൊക്കെ പോയി വീഡിയോ എടുക്കാനോ വലിയ ടൂറൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കാടിൻ്റെ പ്രതീതിയൊക്കെ കിട്ടും. ഇപ്പോൾ കുളു മണാലിയിലൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് പോകാൻ പറ്റാത്തവർ ഫ്രിഡ്ജിൽ കയറിയിരുന്ന് തണുപ്പ് കാണട്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ. എനിക്കാണെങ്കിൽ ഇത് വലിയ ദൂരമൊന്നുമില്ല, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത്. ഇവിടെ പോയിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ലാലാലയൊക്കെ കാണിക്കണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോയി നിന്നത്. എന്നിങ്ങനെ ചാടി ഓടി കിടക്കാനും രസമാണ്. അന്ന് രാത്രി ഞാൻ വന്ന സമയത്തും ഇവിടെ വന്ന് നിന്ന് അവിടെ കിടന്നൊരു കമ്പൊക്കെ എടുത്ത് വെള്ളത്തിലിടക്ക് ചുമ്മാ ഇളക്കി നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ കിടന്ന് വെച്ചൊരു കമ്പെടുത്ത് വെറുതെ ഒന്ന് കുത്തി നോക്കാമെന്ന് വിചാരിച്ച്. പകലിൽ കവര്, അന്ന് രാത്രി വന്നിട്ടേ കവര് കണ്ടില്ല. ഇനിയിപ്പോൾ പകൽ ഞാൻ എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വഴിയുടെ ഇടയിലിടയിൽ കുഞ്ഞു തോടുകൾ വന്നിട്ട് അതൊക്കെ മറഞ്ഞു പോയിട്ട് ഉണങ്ങിപ്പോയിട്ട് ഇങ്ങനെ കിടക്കണ ഒരു വഴിയാണ്. അതും കാണാൻ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ നിറച്ച ആൾക്കാർ, പിള്ളേരൊക്കെ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിഡൻ സ്പോട്ടാണെന്നൊക്കെ. പക്ഷേ ഹിഡൻ സ്പോട്ടൊന്നുമല്ല, റോഡ് സൈഡിൽ തന്നെയാണ്, വീടുകളുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ നിറച്ച്. നമുക്കിങ്ങനെ നടന്നു പോരാൻ ഒരു രസം. അതാണ് ആ പറഞ്ഞ വഴി. ഇതൊക്കെ കാണുമ്പോൾ മറ്റേ നേരിമംഗലം കാട്, യക്ഷി, ഇതൊക്കെ ഓർമ്മ വരും. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകലാണെങ്കിലും ചെറിയൊരു പേടിയൊക്കെ തോന്നും. പിന്നെ ഞാൻ അവിടെയൊക്കെ പോയി ശരിക്കും നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ കളിച്ച് നടന്ന പാടവും പറമ്പും ആ ഒരു രസമൊക്കെ തോന്നി. ആരും അധികം കൂടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കവിടെ അധികം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുമെന്ന്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് വെള്ളമടിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കുപ്പികളോ അവശിഷ്ടങ്ങളോ കാണണ്ടേ. ഞാൻ അവിടെ പോയിട്ട് ഒന്നും കണ്ടില്ല.
അത് ആ കാര്യത്തിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നേ അവിടെ. പിന്നെ ഇങ്ങനെ തിരിച്ചു പോരാൻ എനിക്ക് വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തിരിച്ചു പോകുന്നല്ലേ പറ്റൂ. ഞാൻ അങ്ങോട്ട് ചാടിപ്പോന്ന ചെളിയും തോടുകളൊക്കെ താണ്ടി വീണ്ടും വന്ന് ഈ കലുങ്കുമ്മിരുന്നു. ഈ കലുങ്കാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട് എന്ന് പറയണത്. ആ കലുങ്കുമ്മൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ എന്തൊരു തിരക്ക് എവിടെയെന്നറിയോ. ഈ കലുങ്കുമ്മൽ ആരെങ്കിലും വന്നൊരു തട്ടുകടയോ ചെറിയൊരു ചായക്കടയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കും, നല്ല കച്ചവടമായിരിക്കും. കാരണം ഫുൾ ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പോണു. ടാറ്റാ, ബൈ ബൈ.